നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചിക്കൻ്റെ വിഭവമാണ് ചിക്കൻ 65. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടമാണ്. കറുമുറ കഴിക്കാൻ പറ്റും. സ്നാക്കായിട്ട് ചില ആൾക്കാർ ഇത് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്യുന്ന ഒരു ഡിഷ് കൂടിയാണ് ഈ ചിക്കൻ 65. അപ്പോൾ ടേസ്റ്റി ആയിട്ട് ചിക്കൻ 65 എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ തരാനും മടിക്കരുത്. ചിക്കൻ 65 പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കനാണ് ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ബ്രസ്റ്റ് ഭാഗമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലുള്ള ചിക്കനും യൂസ് ചെയ്യാം. ഇതേ വലിപ്പത്തിലുള്ള ചിക്കൻ പീസസ് ആക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് വലിപ്പം വേണ്ട, എന്നാൽ ഒരുപാട് തീരെ ചെറുതാവുകയും വേണ്ട. ചിക്കൻ 65 തയ്യാറാക്കാൻ പലരും പല രീതിയിലുള്ള മസാലകൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാലും ബേസിക് ആയിട്ടുള്ള മാരിനേഷന് ഇനി കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ ചേർത്തരച്ചാൽ നമുക്ക് 1 ടേബിൾ സ്പൂണോളം പേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ഗരം മസാല പൗഡറാണ്. ഇത് ഗരം മസാല പൗഡറാണ്, വീട്ടിൽ പൊടിച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി. 1 ടീസ്പൂൺ അളവാണെങ്കിലും ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് ഒരു 1/2 ടീസ്പൂണാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നാരങ്ങ നീരാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് തൈര് ചേർക്കണം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്തത്. നമ്മൾക്കിനി 1 ടേബിൾ സ്പൂൺ അളവിൽ കൂടി തൈര് ചേർക്കണം. തൈര് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പുളിയുള്ള തൈര് ആവശ്യമില്ല. ഒരു മീഡിയം പുളിയുള്ള തൈര് മാത്രം മതി. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം, കൈ കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി നമുക്ക് ആഡ് ചെയ്യണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. അതും 2 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവറും നമ്മൾ 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുട്ടയാണ്. ഇതൊരു ചെറിയ മുട്ടയാണ്, അതുകൊണ്ട് ഞാൻ ആ ഫുൾ മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കയ്യിലൊക്കെ വലിയ മീഡിയം സൈസ് അല്ലെങ്കിൽ വലിയ ലാർജ് സൈസിലുള്ള എഗ്ഗ് ആണെങ്കിൽ ഒരു 1/2 മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, അല്ലാതുള്ള ഏതെങ്കിലും ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. മിനിമം ഇതൊരു 1/2 മണിക്കൂറെങ്കിലും ഇരിക്കണം. സമയമുണ്ടെങ്കിൽ 1.5 മണിക്കൂർ വെക്കുന്നെങ്കിൽ നല്ലതാണ്. രാത്രിയിൽ തന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ രാവിലെ എടുത്തിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ചിക്കൻ 65 പലരും പല രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ചിക്കൻ 65 പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു സോസും കൂടെ നമ്മൾ ഇന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് ചില്ലി സോസാണ്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഈ മിക്സിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഡ്രോപ്പ് ഐസിങ് ജെൽ, അതായത് റെഡ് കളർ ഞാൻ ചേർക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണിത്. വീട്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പം റെഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും വീഡിയോയ്ക്ക് വേണ്ടിയും ഫോട്ടോയ്ക്ക് വേണ്ടിയും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ലൊരു റെഡ് കളറല്ലേ ചിക്കൻ 65, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ഡ്രോപ്പ് ഐസിങ് ജെൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മളൊരു 4-5 വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം. അതുപോലെ തന്നെ 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും ഇതുപോലെ അരിഞ്ഞ് വെക്കാം. ഒരു 4-5 പച്ചമുളക് നല്ലതുപോലെ ചരിച്ചോ നെടുകെ കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ 65 പ്രിപ്പയർ ചെയ്യാം. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് പീസസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കാം. മീഡിയം ഹൈ ഹീറ്റിൽ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. തീരെ കുറവ് പാടില്ല, ഒരുപാട് ഹൈയും പാടില്ല. നമ്മൾ എന്ത് സാധനങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ.
ഞാൻ ചിക്കൻ പീസ് എണ്ണയിലോട്ട് ഇടുന്ന ഭാഗം പോസായിപ്പോയി ഞാൻ വീഡിയോ എടുത്തപ്പോൾ, അതാണ് അത് കാണാതെ പോയത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു കളർ വരാനുണ്ട്. അതുകൊണ്ട് നമുക്കിതങ്ങ് തിരിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ചെറിയൊരു ബ്രൗൺ കളറും കൂടെ നമ്മുടെ ചിക്കന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. വീണ്ടും സെക്കൻഡ് ബാച്ചും കൂടെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ 65ൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെ മതിയാവും. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. പലരും പല രീതിയിലാണ് ചിക്കൻ 65 തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഈ സോസിൻ്റെ പാർട്ട് ഇഷ്ടമല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും നല്ലതുപോലെ വഴന്നതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അതല്ല കുറച്ചും കൂടി ടേസ്റ്റ് വേണം എന്നുള്ളവർക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സോസ് കൂടി ആഡ് ചെയ്യാം. നമ്മളിവിടെ എന്തായാലും സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ വഴന്നു വന്ന വെളുത്തുള്ളി ഇഞ്ചി മുളകിൻ്റെ ആ കൂട്ടിലേക്ക് സോസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സോസ് ഒന്ന് ലൂസായി വരും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം. എന്നിട്ട് ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിള വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിലേക്കിപ്പം ആഡ് ചെയ്ത സോസും നമ്മൾ നേരത്തെ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ എല്ലാ ടേസ്റ്റും നല്ലതുപോലെ നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കണം. അപ്പോൾ ആ സോസ് മുഴുവനും നമ്മുടെ ചിക്കൻ അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കണം. ഇപ്പം ഏകദേശം നമ്മുടെ സോസ് എല്ലാം ചിക്കൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. നല്ല ഒരു കളറും നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ ചിക്കൻ 65 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ 65 റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും ഈ വീഡിയോ മറ്റ് എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുന്ന കാര്യവും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.